അയ്യോ എന്റെ മോളെ മോളെ. ചാവാനാണെങ്കിൽ വേറെ വണ്ടി നോക്കിക്കോളണം കേട്ടോ. ഇത് എന്റെ വയറ്റിപ്പഴപ്പാ. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട്. അയ്യോ ജയന്തി. അയ്യോ എഴുന്നേക്ക്. പതുക്കെ. എന്തിനാ മോളെ നീ അബദ്ധം കാണിച്ചത്? വല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറഞ്ഞേനെ. അയ്യോ വേറെ മാർഗമില്ലാഞ്ഞിട്ട് ആന്റി. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടല്ലോ നിങ്ങൾ എന്നെ കണ്ടത്. വല്ല ട്രെയിനിന്റെ മുന്നിലും ചാടിയ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആരും അറിയുകയില്ല. ഞാൻ പോവാ. അയ്യോ ജയന്തി. വിലാസിനെ ചേച്ചി അകത്തേക്ക് പോയി വല്ല മുറിവോ ചതവോ പറ്റിയൊന്ന് നോക്ക്. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. ശരി ചേച്ചി. വല്ലതും പറ്റിയോടി നിനക്ക്? കുഴപ്പമൊന്നുമില്ല ആന്റി. വാ 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 അകത്തേക്ക് പോവാം. അയ്യോ മുണ്ടി നടന്നോ? പറയാതെ അറിയുന്നതാണ് പ്രണയമെങ്കിൽ അത് ഞാൻ മുൻപേ അറിഞ്ഞു കഴിഞ്ഞതാ. അതുകൊണ്ടാ ഇന്നീ വാക്കുകൾ എഴുതുന്നത്. അവളുടെ കണ്ണുകളിലേക്ക് ഓരോ തവണ നോക്കുമ്പോഴും അവളെ എനിക്ക് ഒരിക്കലും നഷ്ടമാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാ ഉള്ളില്. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും ഒരുപാട് വിലയുള്ളതായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയായിരിക്കും. എനിക്ക് കല്യാണി എന്ന വാക്ക് നഷ്ടങ്ങളുടെ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കാനുള്ള വെറും ഒരു പേരല്ല, ഹൃദയത്തിൽ പതിഞ്ഞുപോയ രൂപമാണ്. ഒരു ചെമ്പരത്തിപ്പൂവുമായി തൃച്ചെമ്പരത്തിന്റെ പൂമുഖം കടന്നു വന്ന ഇന്ന് എന്റെ ഹൃദയത്തിന്റെ ഉടമയായവൾ എന്റെ മാത്രം കല്യാണി. ഇവനെന്താ ഡയറി എടുത്തും വായനയൊക്കെ ഉണ്ടോ? കൊള്ളാലോ. ഞാൻ വന്നതുപോലും അറിയാതെ ഇവൻ ഈ ഡയറിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലേ അതിലെന്തെങ്കിലും കാണുമെന്ന് ഉറപ്പാ. അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. സംഗതി കലക്കലാണല്ലോ. നീ എപ്പോഴാ വന്നേ? അതെ, നീ അത് ഒളിപ്പിച്ചൊന്നും വെക്കണ്ട, ഞാൻ ഓൾറെഡി വായിച്ചു. വലിയ സാഹിത്യമൊക്കെ ആണല്ലോ. പ്രണയിക്കുമ്പോഴാ നിന്നെ പോലുള്ള സകല കുരങ്ങന്മാര് കവികളും കഥാകൃത്തുക്കളും ഒക്കെ ആവുന്നത്. കൊള്ളാം, നല്ല ഭാവിയുണ്ട്. ഇത് കവിതയും കഥയൊന്നും അല്ല ശബരി, ഇതെന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നതെല്ലാം ഞാൻ ഈ പഴയ ഡയറിയിൽ കുറിച്ചിടുന്നു, അത്രേ ഉള്ളൂ. ഇത് വായിച്ചാൽ എന്റെ മനസ്സറിയാൻ പറ്റും. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ മനസ്സിലുള്ളതൊക്കെ ഈ ഡയറിയിലെ പേപ്പറിൽ പതിഞ്ഞാ പോരാ, കല്യാണിയുടെ മനസ്സിൽ പതിയണം. അതാണ് നിന്റെ ടാർഗറ്റ്. അല്ല, നിന്റെ മനസ്സിലുള്ളത് കല്യാണിയോട് തുറന്നു പറഞ്ഞോ? എന്തായി കാര്യങ്ങള്? ഒന്നും ആയില്ല, പറയാൻ പറ്റിയില്ല എനിക്ക്. എന്താ മച്ചു ഇത്? വിലാസിനി ആന്റി കല്യാണിക്ക് നോക്കി വെച്ചിരിക്കുന്ന ചെക്കൻ ഇങ്ങ് എത്തുന്നതിന് മുമ്പ് അവളോടത് നേരിട്ട് തന്നെ പറയാൻ ഞാൻ പറഞ്ഞല്ലേ? അതിന് വെയിറ്റ് ചെയ്യണ്ട, അവനിങ് എത്തിക്കഴിഞ്ഞു.
കണ്ടാ തന്നെ ഒരു വൃത്തികെട്ടവനാ. എത്തിക്കഴിഞ്ഞു. ആ അപ്പൊ അതാണ് ഓരോരുത്തരുടെ ഈ കല്യാണം നടത്താനുള്ള സ്പീഡ് കണ്ടോടാ. നീ ഇങ്ങനെ ഒച്ച എഴുതുന്ന പോലെ നടന്നാലേ നിന്റെ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ നിന്റെ ഉള്ളിലിരിക്കേ ഉള്ളൂ. നീ പറഞ്ഞ വൃത്തികെട്ടനായ ബോംബെക്കാരനെ ആ പെണ്ണിനെ കൊണ്ടങ്ങ് പോവും. അല്ല, വന്നിട്ടവൻ എന്താ ചെയ്തത്? എല്ലാരെയും പരിചയപ്പെട്ട് സന്തോഷിപ്പിച്ചോ? ഓ അതെ അതെ, ഒരുപാട് സന്തോഷിപ്പിച്ചു. ഓ, ഞാൻ വാങ്ങിക്കൊടുത്ത കുപ്പിവിളകൾ ഊരി മാറ്റിയിട്ട് അവൻ ഇന്ന് കല്യാണിയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തു. അത് കണ്ട ഭീകര സന്തോഷത്തിലതാ ഈ കയ്യിൽ മുറിവും വച്ചുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഊരി കളഞ്ഞതേ ഉള്ളൂ. ഷടാ. ആ അത് വിട്. നീ ഇട്ട വളകൾ ഊരി മാറ്റിയിട്ട് പുതിയ വളകൾ ഇട്ടെന്ന് പറഞ്ഞാല് കല്യാണിന് സമ്മതിച്ചോ? കല്യാണി സമ്മതിച്ചില്ല. അമ്മയും ഇളയമ്മയും കൂടി നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങിയ അവള് ആ വളകൾ ഊരി ദൂരേക്ക് എറിഞ്ഞിട്ട് ഞാൻ കൊടുത്ത വളകൾ വീണ്ടും അണിയുന്നത് കണ്ടു. ആകെ കൺഫ്യൂഷന്. ഒരു കൺഫ്യൂഷനും വേണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. കല്യാണിയുടെ ആ ഒരൊറ്റ പ്രവൃത്തി മാത്രം മതി ആ മനസ്സിൽ നീ ആണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഉള്ളിലെ പ്രണയം സത്യമാണെങ്കിൽ അത് നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എനിക്കത് ഉറപ്പാ. എന്തായാലും നിന്റെ മനസ്സിൽ പ്രണയം തുടങ്ങിയെന്ന് നിന്റെ അമ്മ ഉടനെ അറിഞ്ഞേ പറ്റൂ. എന്താ, നിനക്കങ്ങനെ തോന്നില്ലേ? തോന്നലൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെ? അതാ ചോദ്യം. അതിനൊക്കെ മാർഗമുണ്ടെന്നേ. ദേ, ഈ ഡയറി നിന്റെ മനസ്സാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ മനസ്സ് നിന്റെ അമ്മയ്ക്കൊന്ന് വായിക്കാൻ കൊടുത്താലോ? എന്തു പറയുന്നു? ഡയറി വായിക്കാൻ കൊടുക്കാനോ? എങ്ങനെ? അതിലെങ്ങനെയെന്ന ചോദ്യമില്ല. ആദ്യം നീ ഈ ഡയറി എടുത്ത് അമ്മ വായിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. അതിനു മുമ്പ് നിനക്ക് ഇനിയും എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് എഴുതിയിട്ട് വേണം അമ്മ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കാൻ. അതോടെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും മകന്റെ മനസ്സിൽ എന്താണെന്ന്. എന്തേ? നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ ഐഡിയ സേഫാ. ആ, അങ്ങനെയാണെങ്കിലേ ഞാൻ കുറച്ചുകൂടി എഴുതിയിട്ട് ഈ ഡയറി അമ്മ കാണത്തക്ക വിധത്തിൽ ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാലോ? അതുപോലെ. ധാരാളം. അപ്പോ പ്ലാൻ പക്ക. എന്നാ ശരി, അപ്പൊ അതിന് എഴുത്ത് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങുക. ആ ഓക്കെ, ആൻഡ് താങ്ക് യു. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് നീ സെൻസിബിൾ ആയിട്ടൊരു ഉപദേശം തന്നത്. അച്ചോ, യു ആർ റിയലി ഗ്രേറ്റ്. ഒന്ന് പോടാ അവിടുന്ന്. എന്നാ ഞാൻ വരട്ടെ. ശരി. കല്യാണി, കല്യാണി. എന്താ സാർ? ആ കല്യാണി, ആനന്ദിനൊരു ചൂട് കോഫി കൊണ്ട് കൊടുക്ക്. വേഗം വേണം, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവാനുണ്ട്. എന്താ അമ്പരം നോക്കുന്നേ? ഒന്നും മനസ്സിലായില്ല അല്ലേ? താമസിയാതെ എല്ലാം മനസ്സിലായിക്കോളും. കോഫി കൊടുക്ക്, ചൂടായിട്ട്. ബൈ. വലിയുഞ്ഞേ. ആ കല്യാണി. വലിയുഞ്ഞ് കോഫി ചോദിച്ചെന്ന് ശബരി സാർ പറഞ്ഞു. ഓഹോ, അവൻ അങ്ങനെ ഒരു വേല ഒപ്പിച്ചിട്ടാണോ പോയത്? ശരി, കോഫി ടേബിളിൽ വെച്ചേ കല്യാണി. ശരി.
ഇവളോളം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റാരുമില്ല. ഇവളെ കാണാതാവുമ്പോൾ എനിക്ക് ഇത്രത്തോളം നോവുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമെന്ന് അമ്മ മനസ്സിലാക്കണം. ഒരിക്കലും വേർപിരിയാത്ത നിഴൽ പോലെ ഇവളെ എനിക്ക് കൂട്ടായിട്ട് വേണോ അമ്മേ? അമ്മ അച്ഛനോട് പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം പ്ലീസ്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേ? പറഞ്ഞ വാക്ക് പാലിച്ചെന്നറിയിക്കാൻ. വാക്ക് പാലിക്കാനോ? നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഞാൻ നല്ല തിരക്കില്ല. 16 കമ്പനികളുടെ MD ആയിരിക്കുന്ന ആളുടെ സമയം നിനക്ക് ഊഹിക്കാന്നതിനേക്കാൾ അപ്പുറം ബിസിയാണെന്നേ മനസ്സിലാക്കിയ കൊള്ളാം. സമയം പുറകെ ഓടിത്തളരുന്ന കുറെ മനുഷ്യജന്മങ്ങളുണ്ടെന്നറിയാതെ അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും സമയത്തെ പറ്റിയും സമയക്കുറവിനെ പറ്റിയും പറയാതിരിക്കുന്നതാ നല്ലത്. സോറി, ഞാൻ നിന്റെ ഫിലോസഫി കേൾക്കാനുള്ള മൂഡിലല്ല. നീ വിളിച്ച കാര്യം പറ, എനിക്ക് പോണം. ഓക്കെ 16 കമ്പനികളുടെ MDക്ക് ഫിലോസഫിയും പ്രണയവും ദഹിക്കില്ലെന്നറിയാം. ആ മനസ്സിലിപ്പോ ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കുകളാണെന്നറിയാം. അതുകൊണ്ട് കാര്യത്തിലേക്ക് തന്നെ വരാം. നീ ആവശ്യപ്പെട്ട പോലെ ഞാൻ നിനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നത് പിൻവലിച്ചു. വെരി ഗുഡ്, നന്നായി. ഇപ്പോഴെങ്കിലും നിനക്കൊരു തിരിച്ചറിവ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ചറിവ്? ആ വാക്ക് നീ സ്വയം മനസ്സിലാക്കുന്നതാ അല്പം കൂടി നല്ലത്. എന്നും നിന്റെ വിഷമങ്ങളിൽ ഞാൻ മാത്രമേ കാണുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. അത് പോട്ടെ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനി നീ നിന്റെ വാക്ക് പാലിക്കണം. അത് പറയാനാ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്റെ വാക്കോ? എന്റെ എന്തോ വാക്ക് മനസ്സിലായില്ല. കംപ്ലൈന്റ് ഞാൻ പിൻവലിച്ച എനിക്ക് ജോലി നൽകാന്നുള്ള നിന്റെ വാക്ക്. എന്താ കാര്യം നടന്നു കഴിഞ്ഞപ്പോ വെറുതെ പൊട്ടം കളിക്കരുത്. സോറി, ഞാൻ അങ്ങനെ ഒരു വാക്ക് നിനക്ക് തന്നിട്ടില്ല. മാത്രമല്ല, നീ എന്നെ സഹായിച്ചതിന് ഓൾറെഡി ലക്ഷങ്ങൾ ഞാൻ നിനക്ക് തന്നും കഴിഞ്ഞതാ. അതുകൊണ്ട് ആ ഡീൽ അവിടെ അവസാനിച്ചു. ഇനി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്ലീസ്. ഓ, അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം? അതിന് ചതിച്ചത് ഞാനല്ലല്ലോ, നീയല്ലേ. തൃച്ചംബരത്ത് അരവിന്ദകൃഷ്ണനെ ചതിയും വഞ്ചനയും ഒന്നും ശീലമില്ല സുഹൃത്തെ. എന്ന് വെച്ച് ചതിക്ക് ചതി ചെയ്യേണ്ടി വന്നാലേ അതിൽ നിന്ന് പിന്മാറുമെന്ന് നീ കരുതരുത്. എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയെടുത്തിട്ട് എനിക്കെതിരെ പരാതി കൊടുത്ത നീ ഇപ്പൊ ചതിയുടെ കഥ പറയുന്നത് തന്നെ മഹാബോറ. പോട്ടെ, എല്ലാം ഇവിടെ അവസാനിപ്പിക്കാൻ ഞാനിപ്പോ. ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ മീറ്റിംഗാ, കേട്ടോ? അപ്പൊ താങ്ക് യു, ഗുഡ് ബൈ. ഓക്കെ. ജസ്റ്റ് എ മിനിറ്റ്. ഇത്രയും നാള് നീ എന്നെ സഹായിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. അതിനു വേണ്ടിയുള്ള ചെറിയ ഭീഷണി മാത്രമായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റ്. ഇപ്പോ എന്നെ ഇങ്ങനെ പുച്ഛിച്ച് പുറന്തള്ളിയ സ്ഥിതിക്ക് ഞാൻ ഇനി വേറെ ചില കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നത്. ഇനി നിന്റെ സർവനാശം. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? ഇനി നീ അത് കാണാൻ പോകുന്നേയുള്ളൂ. അഥവാ ഒരു യുദ്ധം വേണ്ടെന്ന് കരുതി നീ പേടിച്ച് പടക്കളത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ തേടി നിന്റെ കൂടാരത്തിലേക്ക് കയറി വരും ഞാൻ. നീ താമസിക്കുന്നിടത്ത്. സൂക്ഷിച്ചോ, മുറിവേറ്റ പെണ്ണ് മൂർഖനേക്കാൾ അപകടകാരിയാ. ഇറ്റ്സ് ടു ഡേഞ്ചറസ്.
ഇതെന്തു പറ്റി? ഞാൻ ചെന്നപ്പോ വലിയ ഡയറിയിൽ എന്തൊക്കെ എഴുതുമായിരുന്നു. ഇപ്പോ അതുമായിട്ട് അഖില മാഡത്തിന്റെ മുറിയിലേക്ക് കയറിയല്ലോ. എന്തായിരിക്കും ഡയറിയില്? ആദ്യം നീ ഈ ഡയറി എടുത്ത് അമ്മ വായിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ഇത് ശരിയാവില്ല. അമ്മ പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ വേണം വയ്ക്കാൻ. ഇവിടെ വേണ്ട, ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ. ഇവിടെയും വേണ്ട. ഈ വല്ലുവിന് എന്തു പറ്റി? ഡയറി വെക്കുന്നു, എടുക്കുന്നു, വീണ്ടും വെക്കുന്നു, വീണ്ടും എടുക്കുന്നു. അവിടെ അടുക്കളയിൽ 100 കൂട്ടം പണിയടക്കണം. ഇതേതായാലും അമ്മ പെട്ടെന്ന് കാണും.